ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ 47ാമത്തെ ദിവസമായി ഇനിയിപ്പോഴേ ആറ്റിങ്ങലിൽ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത് ഇനി പോകുന്നത് നേരെ നമ്മുടെ തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ അങ്ങനെ നടന്നു പോകാൻ നേരത്താണ് പെട്ടെന്നൊരു സാധനം കണ്ട് ഞാനങ്ങ് വണ്ടറടിച്ച് പോയത്. ഞാനിതൊക്കെ സിനിമയിലും കഥയിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇത് റിയലായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വെള്ളത്തിന് മുകളിൽ ഒരു ശിവലിംഗം ഇങ്ങനെ നിൽക്കുക, അതും ഇത്ര ആഴമുള്ളൊരു നദിയുടെ മുകളിൽ. ഇത് എന്താ സംഭവമെന്നോ ഇത് എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. പക്ഷെ എന്തൊക്കെയാലും കണ്ടപ്പോൾ തൊട്ട് പെട്ടെന്നൊരു ആത്മീയതയൊക്കെ കയറി വന്നേ. നമ്മളങ്ങനെ സിഗ്നൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ആ വഴിയാണ് പോകേണ്ടത്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. നമ്മളിത് തോന്നയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൊത്തം റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളങ്ങനെ ഇതേ കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. കുട ഉണ്ടായിട്ടും വലിയ സെറ്റപ്പൊന്നും ഇല്ല, എന്നാലും ആ ചൂടൊന്ന് കുറഞ്ഞു കിട്ടുമെന്നുള്ളൂ. അതായത് നമ്മളവിടുന്ന് ഇതേ ഇവിടെ കാര്യവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതേ അനഘ, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് അനഘയുണ്ട്. അവളുടെ ഫാദർ വരാൻ പറഞ്ഞിട്ടുണ്ട്, മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണേ. അപ്പോൾ എന്നെ മീറ്റ് ചെയ്യാനായിട്ട് ഇതേ അനഘയുടെ അനിയത്തിയും ഫാദറും മംഗിളുടെ മോനും ഒക്കെ വന്നിട്ടുണ്ട്. അവൾ വന്നിട്ടില്ല, കാരണം അവൾ ഇവിടെ ഇല്ല, അവൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയാണ് വന്നത്. അപ്പോൾ അവർ വന്നതിന് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനും അതിൻ്റെ കൂടെ തന്നെ അനഘയുടെ കല്യാണമാണ് സെപ്റ്റംബർ 10 കല്യാണത്തിൻ്റെ വെഡ്ഡിംഗ് കാർഡ് തരാനുമായിട്ടാണ് വന്നത്. പക്ഷേ ഈ വെഡ്ഡിംഗ് കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വർക്കും കാര്യങ്ങളും ഡിസൈനും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ സ്റ്റോറേജിൻ്റെ പരിമിതി മൂലം നമ്മൾ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ചാണ് എടുക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി വീഡിയോസ് ഒന്നും അങ്ങനെ ഡ്യൂറേഷൻ കൂട്ടിയിടാത്തത്. കാരണം നമുക്ക് ഒത്തിരി ദിവസത്തെ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട് വീഡിയോകൾ. അങ്ങനെ നമ്മൾ അവരുടെ ഡാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി നടന്ന് അങ്ങനെ രാത്രിയായി. പൊക്കോണ്ടിരിക്കുമ്പോൾ ദേ ലെഫ്റ്റ് സൈഡിൽ ഒരു ബസ്സിൽ ദേ കുറേ ചെറിയ പിള്ളേർ അവിടെ അടിച്ച് തകർക്കുവാണേ. ഇവരുടെ ഈ ചാട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ പഴയകാലമൊക്കെ ഓർമ്മ വന്നു. ഞാൻ ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു. പ്രായമായി, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും. അങ്ങനെ നമ്മുടെ മണിക്കൂറുകളുടെ നടത്തത്തിനൊടുവിൽ അവസാനം നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും റൂം സെറ്റാക്കണം. എന്നിട്ട് ഇനി നാളെ രാവിലെ പാറശാലയ്ക്ക് പോകാനുള്ളതാണ്. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് നടന്ന് അവസാനം തിരുവനന്തപുരം എത്തി. എന്തെന്നില്ലാത്തൊരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഈ ഒരു മൊമെൻറ്റിൽ. പക്ഷെ തിരുവനന്തപുരം എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷൻ തീർന്നിട്ടില്ല. കാരണം നമ്മുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ടു കന്യാകുമാരിയാണ്. കന്യാകുമാരി ഇതുവരെ എത്തിയിട്ടില്ല, അതിന് 2 ദിവസം കൂടെ പിടിക്കും. അപ്പോൾ അവിടെ കൂടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മിഷൻ പൂർണ്ണമായിട്ടും തീരുള്ളൂ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.